ഇത് ജോൺസസിന്റെ മിനി ERP എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ആണ്. ഇത് വളരെ ക്യൂട്ടായ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ ഷോപ്പിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ബില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ ബിൽറ്റിൻ ആയിട്ട് സ്കാനർ ഉണ്ട്, അതുപോലെ തന്നെ പ്രിന്റ് ഉണ്ട്. അതുപോലെ ഈ സോഫ്റ്റ്വെയറിൽ സ്കാൻ ചെയ്ത് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും, അതായത് ക്രെഡിറ്റ് കാർഡ്, ജിപേ, അതുപോലെ ക്യാഷ് സെയിൽ എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ബില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെമോ ചെയ്യാം. നമ്മളിത് ഒരു പ്രൊഡക്റ്റ് എടുത്തു, ഇതിന്റെ ഉള്ളിൽ ഇവിടെ സ്കാനർ ഉണ്ട്, ഇവിടെ ഐറ്റം കയറി വരുന്നു. അടുത്തത് നമ്മൾ അടുത്ത ഐറ്റം ഇതുപോലെ തന്നെ ചെയ്തു. അപ്പൊ നമ്മള് 3 ഐറ്റം നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ അത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ വേറൊരു ഐറ്റം എടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് ആഡ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ 2 തവണ ഒരേ സാധനം സ്കാൻ ചെയ്ത് ഇവിടെ നമ്പർ കൂടി വരും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ പേയ്മെന്റ് സെറ്റിൽമെന്റ് സ്ക്രീൻ വന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ജിപേ ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് സെയിൽ, ക്യാഷ് സെയിൽ ഒക്കെ ഉണ്ട്. ഫോൺ നമ്പർ വെച്ച് നമുക്ക് രജിസ്റ്റർ കസ്റ്റമർക്ക് ലോയൽറ്റി പോയിന്റ് കൊടുക്കാൻ പറ്റും. അഡ്വാൻസ് എമൗണ്ട് സെറ്റിൽ ചെയ്യാം, ഡിസ്കൗണ്ട് എമൗണ്ട് ഉണ്ട്, ടോട്ടൽ എമൗണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇത് ഇവിടുന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ പ്രിന്റില് നമ്മൾ UPI അടക്കമാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് UPI സ്കാൻ ആവും. അപ്പൊ ഇതിന്റെ ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് 60 റുപ്പീസ് ആണ്. അപ്പൊ ഈ UPI സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 60 റുപ്പീസ് ബില്ലിന് അതിന്റെ ഉള്ളിലേക്ക് കയറി വരും. അപ്പൊ ഇത് എഡിറ്റ് ചെയ്യാനോ അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും ഇതിന്റെ ഉള്ളിൽ പോസിബിൾ അല്ല. ബില്ല് അടിക്കാണ്ട് ഒരു കാരണവശാലും പേ ചെയ്യാൻ പറ്റില്ല. നോർമൽ QR നമ്മൾ ഒഴിവാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലുള്ള QR ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ അതിലെ പേരിൽ നടക്കുന്ന മാൽ പ്രാക്ടീസുകൾ കംപ്ലീറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം കമ്പനിയുടെ QR മാത്രം ബില്ലിലുള്ള QR നിങ്ങൾ പേ ചെയ്യണമെന്നൊരു ചെറിയൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ എന്തെങ്കിലും തിരിമറി കിടക്കണമെങ്കിൽ അത് നടക്കില്ല. ഈ ബില്ലിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്കാനിങ്ങിന് വരുന്ന UPI വരുന്ന ഡാറ്റ എന്ന് പറയുന്നത് വിത്ത് എമൗണ്ട് ആണ് കയറി വരുന്നത്. അതിന് എഡിറ്റ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ ഇതിന്റെ വേറെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു കോർണറിൽ ഈ മെഷീൻ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ കസ്റ്റമർക്ക് ബില്ല് ചെയ്യാം സെൽഫായിട്ട്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു എംപ്ലോയിനെ കൊണ്ട്, ഫ്ലോറിലുള്ള ഒരു എംപ്ലോയിനെ കൊണ്ട് നമുക്ക് ഈ സാധനം ബില്ല് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ഞാൻ ഇപ്പോൾ ഡെമോ ചെയ്തത്.